ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ചോദിച്ചിട്ടാ. ഇപ്പൊ ഒരു പൊളിപ്പം പാട്ടേറിയ മറ്റേ മലബാർ നടക്കെടുക്ക് പറയണ്ട, എന്തേലും അവന്റെ പേര് ദാബ്സി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവല്ലേ? നിങ്ങളും അവന്റെ പാട്ടേക്കലുണ്ടോ? മൂപ്പര് ഒരു പുതിയ പാട്ടുണ്ടല്ലോ, എന്തേലും എന്റെ പേര് ഇതുവരെ നാവിന് തുമ്പത്തുണ്ടായിരുന്നു. കിട്ടി നടുപേജ് കീറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവല്ലേ? നിങ്ങളൊക്കെ ഉണ്ടിട്ടാ മലബാർ. ഫോണൊക്കെ ഒന്ന് എടുത്ത ചാളെ. ഞാൻ മൂപ്പരം പാട്ടിനെറ്റി മലബാറിനെ പറ്റിയൊന്നല്ല നിങ്ങളെ മുമ്പിൽ നീച്ചു നിൽക്കുന്നുണ്ട്. ഈ വർണ്ണമനോഹരമായ ദേശിന്റെ വേദി ഒരു കൊച്ചു കഥ അവതരിപ്പിക്കാനാണ്. എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അല്ല, നിങ്ങൾക്ക് എന്റെ കഥന്റെ പേരെന്താ അറിയില്ല? അറിയത്തേയില്ല എന്നാ പറയുന്നുമില്ല. കഥ കഴിഞ്ഞിട്ട് നിങ്ങളെന്നൊരു പേര് കണ്ടുപിടിച്ചിട്ടാ മതിട്ടോ. എന്നാ കഥയിലേക്ക് പോകാം. സന്ധ്യാനേരം പടിഞ്ഞാറ് ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ മുഖം പൊത്തുന്നേയുള്ളൂ. ആ ശാന്തമായ സായാഹ്നത്തിൽ ആരുടെ കാൽ പെരുമാറ്റം കേട്ട അഹ്ലുൽ ബൈത്തിൽ ഉമ്മ ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ വാതിൽ ബൈത്തിലൂടെ എത്തി നോക്കി. പുന്നാര വാപ്പിയാണല്ലോ വരുന്നത്. എന്താ വാപ്പി ഈ നേരം ഇവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ വീട്ടിൽ നീട്ടി വിളിച്ചു. ഫാത്തിമ, മോളെ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹ വാതിൽ തുറന്ന് കെട്ടിപ്പൊടിച്ചൊരു ഉമ്മ കൊടുത്തു. മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? വാപ്പ, ഞാൻ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി, ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല. ഇത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കമീസ് ഉയർത്തി കാണിച്ച് വയറ്റിൽ കെട്ടിവെച്ച് കാലുകൾ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടപ്പുറത്ത് 2 റോസാപ്പൂ പോലെയുള്ള ഹസനും ഹുസനും ഉമ്മേ ഉമ്മേ എന്ന് വിളിച്ച് കരയുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിറങ്ങി നടന്നുകൊണ്ടേയിരുന്നു. മദീനയുടെ രക്തത്തെത്തി കാണും. അതാ ഒരു ആറാമത തോട്ടമനക്കുന്നു. ഹേ മനുഷ്യ, ഞാൻ താങ്കളെ തോട്ടമനക്കാൻ സഹായിക്കാം. എനിക്ക് കൂലിയായി വല്ലൊന്ന് തരുമോ? അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അടിമുടി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഒരെണ്ണം കോര 3 കാരക്കര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോരാൻ തുടങ്ങി. 1 അല്ല 2 അല്ല 8 തവണ. 9ാം തവണ കോരുമ്പോ സംഭവിച്ചു, കയറ് പൊട്ടി, ബക്കറ്റ് നിലത്തേക്ക് വീണു. വിട്ടോ, ഒരു അടി വീണു. അതും പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ താമര പോലെയുള്ള കവിളത്ത്. ഇത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ കിട്ടിയ കാര്യക്കുമായി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. താൻ അടിച്ചത് പ്രവാചകനാണ്. അയാൾ മറ്റൊന്നും ചിന്തിച്ചില്ല. വാളെടുത്ത് തന്റെ ഇടത്തെ കൈയിൽ വെച്ച് വലത്തെ കൈ ഒത്തിരിവിട്ട് വേദന കാരണം അയാൾ ബോധീനായി നിലത്തേക്ക് വീണു. ആ നേരം ഷാമിലേക്ക് യാത്ര പോകുന്ന സംഘം അയാളെ ചോരയിൽ കൊടുക്കുന്ന അയാളെ തട്ടി വിളിച്ചു. ഹേ മനുഷ്യ, ഞങ്ങൾക്ക് എന്താണ് പറ്റിയത്? ആരാണ് കൈ വെട്ടിയത്? അയാൾ നടന്നതെല്ലാം പറഞ്ഞു. താങ്കൾക്ക് അയാളുടെ വീട്ടിലേക്കുള്ള സ്ഥലം അറിയാമോ? എന്നിട്ട് അയാളും യാത്രാ സംഘവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് കിട്ടിയ കാരിക്ക ഹസനെയും ഹുസൈനെയും വീതിച്ച് നൽകുകയായിരുന്നു. അവരെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു, താങ്കൾക്ക് എന്താണ് വേണ്ടിയത്? നിങ്ങൾ എന്തിനാണ് വരുന്നത്? താങ്കൾ പ്രവാചകനാണോ? ആണെങ്കിൽ എനിക്ക് പുറത്തു തരണമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വരികയും തന്റെ ഉമ്മിനെ കൊണ്ട് കൈ ശരിപ്പാക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരത്തിന് നൽകിയ മാതൃക. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവത്തോടെ ജീവിക്കാൻ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.